കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. നമ്മൾ 4-ാം സർഗം, സുന്ദരകാണ്ഡ 4-ാം സർഗം 8-ാമത്തെ ശ്ലോകം ചെയ്ത് നിർത്തിയല്ലോ. അതിൽ രാവണൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാണ്. നീ ആരാണോ ചോദിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു നീ ദേവന്മാരുടെയും മുനിമാരുടെയും എല്ലാം ശത്രുവായിട്ടുള്ള എടോ രാവണ, സർവേശ്വരനായിട്ടുള്ള ഏതൊരു ഭഗവാന്റെ ഭാര്യയാണ് ഇപ്പം നീ ഈ യാഗശാലയിലത്തെ ഹവിസിനെ ഒരു പട്ടി എങ്ങനെയാണ് കട്ടെടുക്കണ അതുപോലെ ആരുടെ പത്നിയാണ് നീ അപഹരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? സകല ജീവികളുടെയും അന്തര്യാമിയായിട്ടുള്ള ഹൃദയത്തിൽ ഇരിക്കണ ആ പരമാത്മാവായ രാമചന്ദ്രസ്വാമിയുടെ ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞു. ആരയച്ചിട്ടാണ് വന്നതിനുള്ള ഉത്തരം പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രഹസ്തനാണ് ചോദിച്ച, പക്ഷേ ഉത്തരം പറയണത് രാവണനോടാണല്ലോ അല്ലേ? അതായത് പ്രഹസ്തൻ എനിക്ക് സംസാരിക്കാനുള്ള യോഗ്യത ഇല്ല പ്രഹസ്തന നാട്യത്തിൽ. എന്നിട്ട് ഇപ്പോൾ ഒന്നും കൂടി പറഞ്ഞു, സർവാന്തര്യാമിയായിട്ടുള്ള രാമനിൽ നിന്ന് നിനക്ക് ഒരിക്കലും മോചനം കിട്ടില്ല. നേരെ മറിച്ച് നിന്നെ വധിക്കാൻ ആഗ്രഹിക്കുന്ന രാമൻ പ്രേരിപ്പിച്ചിട്ടാണ്, ആ രാമൻ്റെ തന്നെ പ്രേരണ കൊണ്ടാണ് നീ സീതയെ കട്ടുകൊണ്ടതെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി 9. സ രാഘവോഭ്യേത്യ മതംഗപർവതം സുഗ്രീവമൈത്രീമനലസ്യ സന്നിധൗ കൃത്വൈകബാണേന നിഹത്യ ബാലിനം സുഗ്രീവമേവാധിപതിം ചകാരതം. ഈ പറയണ എന്തിനാ വന്നതെന്നൊക്കെ പറയണമല്ലോ. സ രാഘവ മതംഗപർവതം അഭ്യത്യ നീ കട്ടുകൊണ്ടതിന് ശേഷം, നീ പത്നി കട്ടുകൊണ്ടുപോയതിന് ശേഷം ആ ശ്രീരാമചന്ദ്രൻ മതംഗപർവ്വതത്തിലേക്ക് പോയിട്ട് അനലസ്യ സന്നിധൗ സുഗ്രീവ മൈത്രിയും കൃത്വ, അഗ്നിസാക്ഷിയായിട്ട്, അനലസ്യ സന്നിധി പറഞ്ഞാൽ അഗ്നിസാക്ഷിയായിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തിട്ട് എന്ത് ചെയ്തു? ഏകബാണേന ബാലിനം നിഹത്യ, ഒറ്റ ബാണം കൊണ്ട് ബാലിയെ നിഗ്രഹിച്ചിട്ട് തം സുഗ്രീവം ഏവ, ആ സുഗ്രീവനെ തന്നെ അധിപതിയും ചകാര. ഉണ്ടായതൊക്കെ പറയണം. നീയത്ത് കട്ടുകൊണ്ടുവന്നില്ലേ? അതിനുശേഷം ശ്രീരാമൻ ശബരിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്തായാലും ഋഷിമുഖാചലത്തിൽ വന്ന് സുഗ്രീവനെ കണ്ട് സുഗ്രീവനായിട്ട് സഖ്യം ചെയ്ത് സുഗ്രീവൻ്റെ ശത്രുവായിട്ടുള്ള ബാലി ഒറ്റ ബാണം കൊണ്ട് സുഗ്രീവനെ അവിടുത്തെ രാജാവാക്കി വായിച്ചു. അതാണ്. അതായത് അങ്ങനെ ഉപകാരം ചെയ്ത സുഗ്രീവൻ്റെ സൈന്യം കണ്ടോളൂ, നിന്നെ കൊല്ലാൻ രാമനെ സഹായിക്കുന്നും കൂടി അതിൽ പറയുകയാണ്. അതാണ് ആ മതംഗ മഹർഷി തപസ് ചെയ്യുന്ന ഹൃഷ്ടിമുഖത്തുനിന്ന് അഗ്നിസാക്ഷിയായിട്ട് ചെയ്തു അല്ലേ. എന്നിട്ട് അപ്പം ഇനിയിപ്പോൾ സുഗ്രീവൻ്റെ സഹായം കൂടി ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ. സ രാഘവോഭ്യേത്യമതംഗപർവതം സുഗ്രീവമൈത്രീ മനലസ്യ സന്നിധൗ കൃത്വൈകബാണേന നിഹത്യ ബാലിനം സുഗ്രീവമേവാധിപതിം ചകാര തം. ഇനി 10. സ വാനരാണാമധിപോ മഹാബലി മഹാബലൈർവാനരയൂഥകോടിഭിः രാമേണ സാർദ്ധം സഹ ലക്ഷ്മണേന ഭോः പ്രവർഷണേമർഷയുതോ വധിഷ്ഠതേ. വാനരാണാം അധിപഃ മഹാബലി, വാനരന്മാരുടെ അധിപനായ മഹാബലവാനുമായിട്ടുള്ള ആ മഹാബലി മീൻസ് മഹാബലവാൻ. മഹാബലൈഹി വാനരയൂഥ, അതായത് സുഗ്രീവൻ്റെ കാര്യമാണ് പറയണം, ബാലിയൊന്നുമില്ല. ഇപ്പോൾ മഹാബലവാനായിട്ടുള്ള ഇപ്പോഴത്തെ വാനരന്മാരുടെ അധിപനും മഹാബലവാനുമായിട്ടുള്ള ആ സുഗ്രീവൻ മഹാബലൈഹി വാനരയൂഥ കോടിഭി, അതുപോലെ തന്നെ മഹാബലശാലികളായിട്ടുള്ള അനവധി കോടി വാനരന്മാരുടെയും രാമേണ സാർത്ഥം, രാമനെയും ലക്ഷ്മണേന സഹ, ലക്ഷ്മണനെയും ഒക്കെ കൂട്ടിയിട്ട് അമർഷയുത
ദേഷ്യത്തോടു കൂടിയവനായിട്ട് പ്രവർഷണേ അവതിഷ്ഠതേ. ഇത് അപ്പം പ്രവർഷണത്തിൽ സ്ഥിതി ചെയ്യേണ്ടെന്ന്, അതായത് പ്രവർഷണ പർവ്വതത്തിൽ. എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം ബാലന്മാരുടെ അധിപതി ആണല്ലോ സുഗ്രീവൻ. അങ്ങനെ മഹാബലവാനുമായിട്ടുള്ള ആ സുഗ്രീവൻ അതേപോലെ തന്നെ ബലശാലികളായിട്ടുള്ള അനവധി കോടി കോടി വാനര സമൂഹങ്ങളോടും രാമലക്ഷ്മണന്മാരോടും കൂടി ദേഷ്യത്തോടു കൂടിയിട്ട് നിന്നെ കൊന്നേ അടങ്ങൂ എന്നുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് പ്രവർഷണം എന്ന് പേരായിട്ടുള്ള പർവ്വതത്തിൽ അവിടെ ഉണ്ട് എന്ന് പറയണം രാവണനോട്. നിന്നെ ദേഷ്യം കൊണ്ട് നിന്നെ കൊല്ലാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വരുമ്പോൾ ഞാൻ ഈ വിവരം അറിയിച്ചാൽ വരും എന്ന് പറയാണ്. സവാനരാണാമധിപോ മഹാബലി മഹാബലേർവാനരയൂഥകോടിഭി രാമേണ സാർത്ഥം സഹ ലക്ഷ്മണേന ഭോഹോ പ്രവർഷണേ മർഷയുധോപതിഷ്ഠതേ. ദേഷ്യത്തോടുകൂടി അവിടെ ഇരിക്കേണ്ടത്. ഇനി 11. സഞ്ജോതിദാസ്തേന മഹാഹരീശ്വരാः ധരാസുതാം മാർഗയിതും ദിശോ ദശ തത്രാഹമേക പവനാത്മജ കവി സീതാം വിജിന്വൻ ശനകൈഃ സമാഗത. എന്തറിയോ? ധരാസുതാം മാർഗയിതും, അതായത് ഭൂമിയുടെ പുത്രിയായിട്ടുള്ള സീതയെ അന്വേഷിക്കാനായിട്ട് മാർഗണം ചെയ്യാച്ചാൽ അന്വേഷിക്കാം. മഹാഹരീശ്വരാഹ, അനേകം മഹാന്മാരായിട്ടുള്ള വാനരന്മാരെ തേന സുഗ്രീവനാൽ സഞ്ജോതിത അയക്കപ്പെട്ടവരായി തത്ര ഏകഹ, അതിലത്തെ ഒന്നായിട്ടുള്ള പവനസുതനായിട്ടുള്ള കാറ്റിൻ്റെ മകൻ വായുപുത്രനായിട്ടുള്ള കവി ആണ് ഞാൻ. കവി അഹം. അവരിൽ ഒരാളായിട്ടുള്ള വായുപുത്രനായിട്ടുള്ള ഒരു വാനരനാണ് ഞാൻ. സീതാം വിജിന്വൻ, സീതയെ തിരഞ്ഞിട്ട് ശനകൈഹി സമാഗത, ഇവിടെ പതുക്കെ വന്നതാണെന്ന്. അതായത് എന്താ പറഞ്ഞ, ഈ സുഗ്രീവൻ എന്ത് ചെയ്തു, അങ്ങനെ കൊല്ലാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയാണെന്ന് എക്സാക്റ്റ് കണ്ടുപിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഭൂമിദേവിയുടെ പുത്രിയായിട്ടുള്ള ഈ സീതയെ തെരഞ്ഞു പിടിക്കാൻ ഈ സുഗ്രീവൻ അനവധി മഹാന്മാരായിട്ടുള്ള വാനരവീരന്മാരെ 10 ദിക്കുകളിലേക്ക് അയച്ചു. ഓർമ്മയില്ലല്ലോ നമ്മൾ പറഞ്ഞത്. അവരിൽ ഒരുവനാണ് ഞാൻ വായുപുത്രനാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിക്കിലും സീതയെ അന്വേഷിച്ചു കൊണ്ട് പതുക്കെ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ നിനക്കെന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ, അതിൻ്റെ ഉത്തരവും പറഞ്ഞു. ഇപ്പോൾ അല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം ചോദിച്ചു, സീത അന്വേഷിച്ച് വന്നതാണ്, അതിൻ്റെ കാരണവും പറഞ്ഞു. ഇനി സഞ്ജോതിദാസ്തേന മഹാഹരീശ്വരാः ധരാസുതാം മാർഗയിതും ദിശോ ദശ തത്രാഹമേക പവനാത്മജ കവി സീതാം വിജിന്വൻ ശനകൈഃ സമാഗതഃ. അങ്ങനെയാണ് ഇവിടെ എത്തിയതാണ്. അപ്പോൾ നീ എന്ത് കാര്യത്തിന് വന്നെന്നുള്ളതിൻ്റെ ഉത്തരവും പറഞ്ഞു, നീ ആരാണെന്നുള്ള ഉത്തരവൊക്കെ പറഞ്ഞു. ഇനി 12-13 ഒന്നിച്ചാണ്. ദൃഷ്ട്വാ മയാ പത്മപലാശലോചന സീതാ കപിത്വാദ്യുപിനം വിനാശിതം ദൃഷ്ട്വാ തതോഹം രഭസാൽ സമാഗതാൻ മാം ഹന്തുകാമാൻ ധൃതചാപസായകാൻ മയാ ഹതാസ്തേ പരിരക്ഷിതം വപു പ്രിയോ ഹി ദേഹോഖിലദേഹിനാം പ്രഭോ ബ്രഹ്മാസ്ത്രപാശേന നിബധ്യ മാം തതഃ സമാഗമൻ മേഘനിനാദനാമകം. പത്മപലാശലോചന സീത മയാ ദൃഷ്ട്വ, അതായത് താമര ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയ സീതയെ ഞാൻ കണ്ടു, എന്നാൽ ദർശിക്കപ്പെട്ടു എന്ന് പറയാം. അതാണ് ഞാൻ കണ്ടു. കപിത്വാദ് വിപിനം വിനാശിതം, ഞാനൊരു വാനരനല്ലേ. അപ്പം വനങ്ങൾ എന്താണ് വൃക്ഷങ്ങളിലൊക്കെ അങ്ങോട്ട് ചാടുക കൊമ്പൊടിക്കുകയൊക്കെ വാനര സ്വഭാവമാണ്. ഞാൻ വാനരനല്ലേ. അപ്പോൾ കപിത്വാദ്, കവിയുടെ സ്വഭാവം, വാനര സ്വഭാവം കാരണം വിപിനം വിനാശിതം, അശോകവനൊക്കെ നശിപ്പിച്ചു, ഫലങ്ങളൊക്കെ. തതഹ ധൃത ചാപസായകാൻ, അതിനുശേഷം പിന്നെ എന്നെ എതിർത്ത് വന്നില്ലേ ചാപങ്ങളും വില്ലും അമ്പൊക്കെ എടുത്തിട്ട് എന്നെ എതിർത്ത് വന്ന മാം ഹന്തുകാമാൻ രഭസാൽ സമാഗതാൻ, എന്നെ കൊല്ലാൻ ആഗ്രഹമുള്ളവരും കോപിച്ചവരുമായിട്ടുള്ള ആ രാക്ഷസന്മാരെ അഹം ദൃഷ്ടുവ, ഞാൻ കണ്ടിട്ട് തേ മയാഹത, അവരെ ഞാൻ കൊന്നു. എന്താ കാരണം വെച്ചാൽ വപുഹു പരിരക്ഷിത, സ്വന്തം ശരീരം രക്ഷിക്കാൻ പ്രഭോ ദേഹ അഖിലദേഹിനാം പ്രിയ, എല്ലാവർക്കും അവനവൻ്റെ ശരീരം വലുതല്ലേ. അപ്പം എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ അവരെ കൊന്നു, അത്രയേ ഉള്ളൂ. ഞാൻ സീതയെ കണ്ടു,
അത് കഴിഞ്ഞ് വാനര സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ആ അശോകവനമൊക്കെ അടിച്ചുടയ്ക്കുകയൊക്കെ ചെയ്തു. വാനരന്മാരങ്ങനെയാണ്, എല്ലാം തല്ലി തകർക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ വാനര സ്വഭാവം ഞാൻ കാണിച്ചു. അപ്പം അത് ഇഷ്ടപ്പെടാനായിട്ട് അങ്ങയുടെ കുറേ രാക്ഷസന്മാർ അമ്പും വില്ലും അനവധി ആയുധങ്ങളായിട്ട് വന്നിട്ട് എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചു കൊണ്ട് വന്നപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ശരീരം പ്രിയപ്പെട്ടതല്ലേ, എനിക്കും അതെ. അതാണ് പ്രഭോ, ദേഹം അഖിലദേഹിനാം പ്രിയം, എല്ലാവർക്കും ദേഹം പ്രിയല്ലേ. അതുകൊണ്ട് ഞാൻ കൊന്നതവരെ. തഥാ ബ്രഹ്മാസ്ത്രപാശേന, അതിനുശേഷം ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്നെ ബന്ധിച്ചു. ആര്? മേഘനിനാഥ നാമകം, മേഘനാഥ് എന്ന പേരുള്ള വേറൊരാൾ വന്ന് എന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഇങ്ങടെ സമാഗമത്, അങ്ങനെ എന്നെ അയാളുടെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നു, സമാഗമത്. അപ്പം എന്താ പറഞ്ഞാൽ, ആ താമര ഇതള പോലുള്ള കണ്ണുകളുള്ള ആ സീതയെ ഞാൻ ഇവിടെ കണ്ടു, എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം രാമകാര്യം സാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വനമൊക്കെ നശിപ്പിച്ചത് വാനന്മാരുടെ ഒരു ചപലത, അത്രയേ ഉള്ളൂ. വാനന്റെ സ്വഭാവം ഞാൻ കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ബാണചാപങ്ങളൊക്കെ എടുത്തിട്ട് എന്നെ നിഗ്രഹിക്കാൻ തന്നെ ആഗ്രഹിച്ചും കൊണ്ട് നേരിട്ട് വരുന്ന രാക്ഷസന്മാരെയൊക്കെ ഞാൻ കണ്ടു. അപ്പം ഞാൻ അവരെയൊക്കെ വധിച്ചു. ഞാൻ എൻ്റെ ദേഹത്തെ രക്ഷിക്കുക, അത്രേ ഉണ്ടായുള്ളൂ. അതായത് ആത്മരക്ഷാർത്ഥാണ് ഞാൻ അവരെയൊക്കെ വധിച്ചത്. എല്ലാ ദേഹം എടുത്തവർക്കും അവനവൻ്റെ ദേഹത്തിൽ പ്രിയല്ലാതിരിക്കുമോ? അപ്പോൾ ആത്മരക്ഷാർത്ഥാണ് അവരെ കൊന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി രാക്ഷസന്മാരെ കൊന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം മേഘനാഥ് എന്ന പേരായിട്ട് ഒരാൾ എന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇതാ ബന്ധിച്ചു. ഞാൻ അവനോടുകൂടി ഇതപ്പം അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള കഥയൊക്കെ പറഞ്ഞു അല്ലേ. ദൃഷ്ട്വാ മയാ പത്മപലാശലോചനാ സീത കപിത്വാദ്വിപിനം വിനാശിതം ദൃഷ്ട്വാ തതോഹം രഭസാൽ സമാഗതാൻ മാം ഹന്തുകാമാൻ ധൃതചാപസായകാൻ മയാ ഹതാസ്തേ പരിരക്ഷിതം വപുപ്രിയോ ഹി ദേഹോഖിരദേഹിനാം പ്രഭോ ബ്രഹ്മാസ്ത്രപാശേന നിബധ്യ മാം തതഃ സമാഗമേന്മേഘനിനാദനാദകം നാമകം. ഇനി 14. സ്പൃഷ്ട്വൈവ മാം ബ്രഹ്മവരപ്രഭാവത സ്ത്യക്ത്വാ ഗതം സർവമവൈമി രാവണ തഥാപ്യഹം ബദ്ധ ഇവാഗതോ ഹിതം പ്രവക്തുകാമ കരുണാരസാർദ്രധീഹി. ബ്രഹ്മവരപ്രഭാവത, അതായത് ബ്രഹ്മാവിൻ്റെ വരം കൊണ്ടുള്ള ശക്തിയാൽ മാം സ്പൃഷ്ട്വ ത്യക്താഗതം, എനിക്ക് ഈ ബന്ധനമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ബ്രഹ്മാവിൻ്റെ വരണ്ട, എനിക്ക് ബ്രഹ്മാസ്ത്രം നിന്നെ ബാധിക്കില്ല എന്ന്. അപ്പോൾ എന്നെ സ്പർശിച്ച ശേഷം അത് വിട്ടുപോയി, ഒന്ന് തൊട്ടുന്നേ ഉള്ളൂ. ഞാൻ ബന്ധനത്തിലൊന്നുമല്ല. രാവണ സർവം അവൈമി, ഹേ രാവണ ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. തഥാ അഭി, അങ്ങനെയാണെച്ചാലും കരുണാരസാദ്രധീഹി അഹം, അതായത് കാരുണ്യമുള്ള ഞാൻ ഹിതം പ്രവക്തുകാമ, ഹിതം പറയാൻ ആഗ്രഹമുള്ളവനായിട്ട് ബദ്ധ ഇവ ആഗത, എനിക്ക് അങ്ങോട്ട് 2 വാക്ക് പറയണമെന്ന് വിചാരിച്ച് ഞാൻ ബദ്ധനെന്ന പോലെ, ഞാൻ ബദ്ധനല്ല, ഞാൻ ബന്ധനത്തിലല്ല, പക്ഷേ ഞാൻ ബന്ധനസ്ഥനാണ് എന്ന് നടിച്ചിട്ട്, എന്തിനാ നടിച്ചു വെച്ചാൽ അങ്ങേ കണ്ട 2 വാക്ക് പറയാൻ തന്നെയാണ്. ഹിതം വധ, എൻ്റെ മനസ്സിലുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന്. അതായത് എന്താ പറയണമെന്ന് വെച്ചാൽ, മേഘനാഥൻ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ അകപ്പെട്ടത് കൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞുല്ലോ. പക്ഷേ അത് വിചാരിക്കണ്ട, ശരിയാണ്, ബ്രഹ്മാസ്ത്രം അയച്ചു, അതെന്നെ ബന്ധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ബന്ധിച്ചത് കൊണ്ടല്ല ഞാൻ ഇവിടെ വന്നത്. എൻ്റെ അസ്ത്രം നിന്നെ ഒരിക്കലും ബാധിക്കില്ല എന്ന് ബ്രഹ്മാവ് എനിക്ക് പണ്ടൊരു വരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രം എന്നെ സ്പർശിച്ച ഉടനെ തന്നെ അത് വിട്ടുപോയി. ഞാൻ ബന്ധനത്തിലല്ല. ഹേ രാവണ, അത് ഞാൻ അറിയുകയും ചെയ്യാം. ഞാൻ ബ്രഹ്മാസ്ത്ര ബന്ധിതനല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ബന്ധനസ്ഥനാണ് എന്ന നാട്യത്തിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാച്ചാൽ നിനക്ക് നല്ലത് ഉപദേശിക്കാനാണ്, ഹിതം പറയാനാണ്. അതിന് കാരണം നിന്നോടുള്ള കാരുണ്യം കൊണ്ടാണ്. നിനക്ക് എന്താണ് നല്ലതാച്ചാൽ പറയാം. അതായത് നിനക്ക് ശ്രേയസ്കരം എന്താണെന്ന് നിന്നെ ഒന്ന് ഉപദേശിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ബന്ധനസ്ഥനൊന്നുമല്ല. ഇനി ഞാൻ അപ്പം തന്നെ വേണമെങ്കിൽ എനിക്ക് പോവായിരുന്നു. പക്ഷെ നിന്നെ കാണാനൊരു അവസരം ഉണ്ടാവട്ടെ. എന്തിനാ നിന്നെ കാണണം? നിനക്ക് ശ്രേയസ്കരായിട്ടുള്ളൊരു കാര്യം, ഹിതം എന്ന് പറഞ്ഞാൽ അതാണ്, നിനക്ക് നന്മ വരുത്തുന്നൊരു കാര്യം
നിനക്ക് പറഞ്ഞു തരാനാണ് രാവണ എന്ന് പറഞ്ഞു. എന്താ അല്ലേ ഹനുമാൻ്റെ ഒരു അത്ഭുതവും, എന്താ ബുദ്ധിയും ആ ഒരു ഭഗവാനുള്ള വിശ്വാസവും ധൈര്യവും ഭഗവാനോടുള്ള സ്നേഹവും അല്ലേ. സ്പൃഷ്ട്വൈവമാം ബ്രഹ്മവരപ്രഭാവത ത്യക്വാഗതം സർവമവൈമി രാവണ തഥാപ്യഹം ബദ്ധ ഇവാഗതോഹിതം. ബന്ധനസ്ഥനെ പോലെ നടിക്കുകയാണ്. പ്രവക്തുകാമ കരുണാരസാർദ്രധീഹി, നിന്നോട് ഹിതം പറയാനേ. വിചാര്യ ലോകസ്യ വിവേകതോ ഗതിം ന രാക്ഷസിം ബുദ്ധിമുപൈഹി രാവണ ദൈവീം ഗതിം സംസൃതി മോക്ഷഹൈതുകീം സമാശ്രയാത്യന്തഹിതായ ദേഹിന. നല്ല കാര്യം ഉപദേശിക്കുകയാണ്. എന്താ പറയണേ? വിവേകത്താൽ സത്ത് അസത്ത് എന്നിവയുടെ അതായത് വിവേകം വെച്ചാൽ എന്താ? സത്തും അസത്തും തിരിച്ചറിയാനുള്ള കഴിവാണ്. അതായത് നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള കഴിവാണ് വിവേകേ. അപ്പോൾ വിവേകത എന്ന് പറഞ്ഞാൽ വിവേകത്താൽ നീ ഒന്ന് അതായത് ആത്മാനാത്മവിവേകം എന്നൊക്കെ പറയൂല. ആത്മാവും അനാത്മാവും ഏതാണെന്ന് മനസ്സിലാക്കണതും ആണ് ശരിക്കും ആത്യന്തികമായിട്ടുള്ള വിവേകം. ഇനി വിചാര്യ ലോകസ്ഥിതിയെ ആലോചിച്ചറിഞ്ഞിട്ട് ഇതൊന്നും ശാശ്വതമല്ല, ഈ ലോകം ആത്മാവ് മാത്രമേ ശാശ്വതമുള്ളൂ. അത് നീ കുറച്ച് ആലോചിക്കണം, ആത്മാവും അനാത്മാവും ഏതാണ്. അതാണ് വിവേകം കൊണ്ട് അല്ലയോ രാവണ, രാക്ഷസിയും ബുദ്ധിയും, ഈ രാക്ഷസബുദ്ധിയെ ദംഭം, അതായത് രാക്ഷസബുദ്ധി എന്താണ്? അഹങ്കാരം, അസൂയ, അഭിമാനം, ക്രോധം, അല്ലേ, ദേഷ്യം, അജ്ഞാനം, ഇതൊക്കെയാണ് രാക്ഷസബുദ്ധി. ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും ഉപേഹി, നീയെ ഉപേക്ഷിക്കൂ. ഉപേഹി പറഞ്ഞാൽ നീ അതിനെ സ്വീകരിക്കാതിരിക്കൂ, ഉപേക്ഷിക്കൂ. സംസൃതി മോക്ഷ ഹൈതുകീം, ഈ സംസാരത്തിൽ നിന്ന് മോക്ഷം മോചിപ്പിക്കാൻ, ഈ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടാൻ കാരണമായിരിക്കുന്ന ദൈവീം ഗതിം, ആ ദേവന്മാരുടെ ആശ്രയിക്കുന്ന ആ സ്ഥിതിയെ, അഭയം, അതായത് ദേവന്മാരെ ആശ്രയിക്കൂ ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ. അന്ധക്കരണശുദ്ധിയും ആത്മവിചാര രൂപം, അതായത് ജ്ഞാനം വേണം. അതായത് ഭഗവത് പഥത്തിലേക്ക് നീ പിന്നെ നിൻ്റെ ബുദ്ധിയെ തിരിക്കൂ, ഈ രാക്ഷസ സ്വഭാവം വിടൂന്ന്. പിന്നെ നല്ല ഗുണങ്ങളൊക്കെ നീ നിനക്കുണ്ടാവട്ടെ, ഈ രാക്ഷസ ബുദ്ധിയെ ത്യജിച്ചാലും എന്ന് പറയണം. ദേഹിന, ആത്മാവിൻ്റെ അത്യന്തഹിതമായ, അതായത് പരമഗുണത്തിനായിക്കൊണ്ട് സമാശ്രയ, നീ നന്നായി ശ്രമിച്ചാലും എന്ന് പറയണം. അതായത് നിൻ്റെ ഈ ഇന്നിപ്പം നീ കാണിക്കണ രാവണ, ഈ നന്മ തിന്മകളെയും നിത്യവും അനിത്യവും ആയിട്ടുള്ള കാര്യങ്ങളെയും വേർതിരിച്ചറിയണ ബുദ്ധിയാണ് വിവേകം. അങ്ങനെയുള്ള വിവേകം കൊണ്ട് നീ ഈ ലോകം അനിത്യമാണെന്നറിഞ്ഞ് ഈ ലോകനീതി എന്താണെന്ന് മനസ്സിലാക്കി ഈ രാക്ഷസബുദ്ധിയെ നീ ത്യജിച്ചാലും, എന്നിട്ടോ ആത്മാവ് സത്യസ്വരൂപനാണെന്നും ഈ പ്രപഞ്ചവും അതിലത്തെ സുഖദുഃഖങ്ങളും ഒക്കെ അനിത്യമാണെന്നും ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട് നീ മനസ്സിലാക്കൂ. ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും ഇങ്ങനെ പുനരാവർത്തിരഹിതമായ മോക്ഷം ലഭിക്കാനും നീ ഈ ദൈവീക ഗതിയെ, അതായത് ദൈവീ സമ്പത്തിനെ, അതായത് നല്ല ഗുണങ്ങളെ ഉണ്ടാക്കുന്ന ആ പരിശുദ്ധ മനോഭാവത്തിനെ നീ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് മുഴുവൻ ആത്മാവിന് മോചനം ലഭിച്ചിട്ട് ആ പരമാനന്ദം മാത്രം ആകുന്ന ആ മോക്ഷത്തിനായിക്കൊണ്ട് നീ ശ്രമിക്കൂ. ഈ രാക്ഷസബുദ്ധിയെ നീ കംപ്ലീറ്റ്ലി ത്യജിക്കൂ. എന്നിട്ട് ആ നിവൃത്തിമാർഗത്തിലേക്ക് നീ പ്രവേശിക്കൂ. എന്നാൽ നിനക്ക് മോക്ഷം കിട്ടും, ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും. നീ ഇപ്പം അനുഭവിക്കുന്ന സുഖമൊക്കെ അനിത്യമാണ്. അത് ദുഃഖത്തിലേക്ക് നിന്നെ വീണ്ടും വീണ്ടും
വലിച്ച് വീഴ്ത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് അർത്ഥം അതിൻ്റെ. അങ്ങനെ നല്ലൊരു ഉപദേശം ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു. ആര്? ഹനുമാൻ. വിചാര്യ, അതാണ് വിചാരം ചെയ്യൂ എന്ന് പറയാണ്. വിചാര്യ ലോകസ്യ വിവേകതോ ഗതിം ന രാക്ഷസീം ബുദ്ധിം ഉപൈഹി രാവണ. ഈ രാക്ഷസബുദ്ധി ഇതാവും എന്നിട്ടോ ദൈവീം ഗതിയും, ദൈവഗതി ആശ്രയിക്കൂ. സംസൃതി മോക്ഷ ഹൈതുകി, അത് നിനക്ക് സാക്ഷാലായിട്ടുള്ള മോക്ഷം, അതായത് ഒരിക്കലും തിരിച്ചു വരേണ്ടി വരാത്ത ആ പുനർഭവം ആയിട്ടുള്ള മോക്ഷം നിനക്ക് കിട്ടും. സമാശയാത്യന്തഹിതായ ദേഹിന, അതാണ് ദേഹികൾക്ക് വേണ്ടത്. നീ അതിനായിട്ട് ശ്രമിക്കൂ, രാക്ഷസബുദ്ധി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഒരെണ്ണം കൂടെ ചെയ്യാം അല്ലേ? ത്വം ബ്രാഹ്മണോ ഹ്യുത്തമവംശസംഭവ പൗലസ്യ പുത്രോസി കുബേരബാന്ധവ ദേഹാത്മബുദ്ധ്യാപി ച പശ്യ രാക്ഷസോ നാസ്യാത്മബുദ്ധ്യാ കിമു രാക്ഷസോ നഹി. ത്വം നീയൊരു നല്ല, നിൻ്റെ ശരിക്ക് പറയാച്ച കുലോ മഹിമയൊക്കെ നല്ലോണം ഉള്ള ആളാ. ത്വം നീ ഉത്തമ വംശസംഭവ, ഉത്തമമായ വംശത്തിൽ ജനിച്ചവനാണ്. യം ബ്രാഹ്മണ ഹി, ബ്രാഹ്മണൻ തന്നെയാണ്. പൗലസ്ത്യപുത്ര, പുലസ്ത്യൻ്റെ പുത്രനും പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ്റെ പുത്രനും, അതായത് ഗ്രാൻഡ് ചൈൽഡും. പൗലസ്ത്യപുത്ര, പൗലസ്ത്യൻ വെച്ചാൽ പുലസ്ത്യൻ്റെ മകനായി. ആ പുലസ്ത്യൻ്റെ മകൻ്റെയും മകൻ അർത്ഥം. പുലസ്ത്യൻ്റെ മകൻ പൗലസ്ത്യൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? പുലസ്ത്യൻ്റെ ഗ്രാൻഡ് ചൈൽഡായി. കുബേരബാന്ധവ, കുബേരൻ്റെ ബന്ധു സഹോദരനുമാണ്. അല്ലേ? അസിയാകുന്നു ദേഹാത്മബുദ്ധിയ അഭി ച, ദേഹം തന്നെ ആത്മാവെന്ന് നിശ്ചയിക്കുന്ന, അതായത് ദേഹാത്മബുദ്ധി എന്താ? ദേഹം ആത്മാവാണെന്ന് വിചാരിക്കുക, അതാണ് ദേഹാഭിമാനം. രാക്ഷസ ന അസി, നീ ശരിക്ക് രാക്ഷസനല്ല. ആത്മബുദ്ധിയ രാക്ഷസ നഹി ഇരിക്കുമു, ആത്മാവ് തന്നെ നീ എന്ന പക്ഷത്തിൽ നീ രാക്ഷസനല്ല. നീ ഈ ദേഹാഭിമാനം കൊണ്ടാണ് നിനക്ക് ഈ രാക്ഷസനാ തോന്നുക. നീ ശരിക്കും രാക്ഷസനല്ല, ആത്മാവല്ലേ നീ എന്നൊക്കെ പറയണം. വലിയ തത്വം എന്താ പറയണത്? അതായത് എന്താ വെച്ചാൽ രാക്ഷസനായിട്ടുള്ള ഞാൻ എൻ്റെ രാക്ഷസി ബുദ്ധി ഉപയോഗിക്കണമെന്ന് നീ പറയുകയാണെങ്കിൽ നീ തെറ്റാണ് പറയണത്. നീ രാക്ഷസനല്ല. ഞാൻ രാക്ഷസനല്ലേ, അപ്പം എൻ്റെ രാക്ഷസ സ്വഭാവം കാണിക്കും എന്ന് നീ പറയാൻ ഭാവിക്കുകയാണെങ്കിൽ അത് പറയണ്ട. എന്താ വെച്ചാൽ ഹേ രാവണ, ദേഹം തന്നെ ആത്മാവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ദേഹാഭിമാനിയാണെങ്കിൽ പോലും നീ രാക്ഷസനല്ല. കാരണം നിൻ്റെ വംശം എത്ര കേമായിട്ടുള്ള വംശം, മഹാവംശത്തിൽ ജനിച്ചവനാണ് നീ. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പുലസ്ത്യ മഹർഷി. ആ പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസ്, ആ വിശ്രവസ്സാണ് നിൻ്റെ അച്ഛൻ. അപ്പോൾ ബ്രഹ്മവംശത്തിൽ ഉത്ഭവിച്ച നീ എങ്ങനെ രാക്ഷസനായി തീരും? ദേഹാഭിമാനം ഉണ്ടെങ്കിൽ പോലും നിനക്ക് രാക്ഷസനാകാം. നിൻ്റെ കുലം നോക്കിയ നീ രാക്ഷസനല്ല. കാരണം പുലസ്ത്യ മഹർഷി ബ്രഹ്മാവിൻ്റെ മകൻ, ആ പുലസ്ത്യൻ്റെ മകൻ വൈശ്രവണൻ, ആ വൈശ്രവണൻ്റെ മകനാണ് നീ. മാത്രമല്ല കുബേരനും നിൻ്റെ സഹോദരനാണ്. വൈശ്രവണൻ്റെ മകൻ തന്നെയാണ് കുബേരനും. വൈശ്രവണനല്ലാടോ, പുലസ്ത്യ മഹർഷിയുടെ മകൻ വിശ്രവസിൻ്റെ മക്കളാണ് രാവണനും വൈശ്രവണൻ വെച്ചാൽ കുബേരൻ. വിശ്രവസിൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേര്. അതാ പറഞ്ഞത്, പുലസ്ത്യ മഹർഷി ബ്രഹ്മാവിൻ്റെ മകൻ, ആ പുലസ്ത്യൻ്റെ മകൻ വിശ്രവസ്. ആ വിശ്രവസിൻ്റെ രണ്ട് മക്കളിൽ ഒരാളാണ് നീ. ഒന്ന് കുബേര സഹോദരനായിട്ടുള്ള നീ രാക്ഷസനാണെന്ന് പറയണതിന് എന്താ അർത്ഥം? ആത്മാവന്നെ ഞാൻ അതായത് ഞാൻ ആത്മാവാണെന്ന് നിനക്ക് വിചാരം ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ദേഹാണ് നീയെന്ന് വിചാരിക്കണുണ്ടെങ്കിൽ പോലും നിൻ്റെ കുലം നോക്കുമ്പോൾ നീ രാക്ഷസനല്ല. നീ പിന്നെ ആത്മാവാണെന്ന് നിനക്ക് ആ ജ്ഞാനം വന്നാൽ പിന്നെ എന്തായാലും രാക്ഷസനല്ല അല്ലേ? ആത്മാവിന് ജാതിയോ നാമോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ആത്മസ്വരൂപനായിട്ടുള്ള നീ എങ്ങനെ രാക്ഷസനാവും? അതായത് ഈ മൂഢന്മാരാണ് ബുദ്ധി, അതിനെ ഒന്നും കൂടി പറയാച്ചാൽ ഈ വിഡ്ഢികളാണ് ദേഹത്തിനെ ആത്മാവായിട്ട് തെറ്റായി ധരിക്കുക. അപ്പം നീ ഇപ്പോൾ ഒരു മൂഢനാണെന്ന് കരുതിയാലും നല്ല ഉത്തമമായിട്ടുള്ള ബ്രഹ്മകുലത്തിൽ ജനിച്ച നീ ഒരു രാക്ഷസനല്ല. എന്നാൽ ജ്ഞാനികളാണെങ്കിലോ ദേഹാഭിമാനം ഇല്ല. അവർക്ക് ആത്മാവാണ് ഞാൻ എന്ന് പറഞ്ഞ ആത്മാവാണെന്ന് അവർക്ക് അറിയാം, അഹംബുദ്ധി ഇല്ല.
ശുദ്ധജ്ഞാനസ്വരൂപൻ തന്നെ ആത്മാവാണെന്നുള്ള ദൃഢമായിട്ടുള്ള ബോധത്തോടു കൂടിയിട്ട് ആത്മാവിനെ ശരിക്കും അറിഞ്ഞിട്ട് അവർ ദേഹത്തിൽ യാതൊരു സ്നേഹവും സാധാരണ കാണിക്കില്ല ജ്ഞാനികളെ. അപ്പോൾ ലോകഹിതത്തിനായിട്ട് ഈ ദേഹത്തിനുള്ളിൽ ഇരിക്കണു, അങ്ങനെയുള്ളൂ. അപ്പോൾ നീയെ മൂഢനാണെന്ന് വെച്ചാലും, മൂഢനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും നീയെ ദയവ് ചെയ്ത് ഈ രാക്ഷസഭാവത്തെ ഉപേക്ഷിക്കൂ. നീ രാക്ഷസനാകാൻ അർഹനല്ല. ശരിക്ക് ദേഹാഭിമാനിയാണെങ്കിലും ആത്മാഭിമാനിയാണെങ്കിലും നീ രാക്ഷസനല്ല. ദേഹാഭിമാനിയാണെങ്കിൽ നീ ബ്രഹ്മകുലത്തിൽ ജനിച്ചതാണ്, അപ്പം നീ രാക്ഷസനല്ല. ആത്മാഭിമാനികളാരും രാക്ഷസന്മാരാവില്ല എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെയാണ് നോക്കട്ടെ കേട്ടോ. അയ്യോ, പേജ് മറിഞ്ഞു. തം ബ്രാഹ്മണോ അല്ലേ? അതെ, 16. ത്വം ബ്രാഹ്മണോ ഹ്യുത്തമവംശസംഭവ പൗലസ്യ പുത്രോസി കുബേരബാന്ധവ ദേഹാത്മബുദ്ധ്യാപി ച പശ്യ രാക്ഷസോ നാസ്യാത്മബുദ്ധ്യാ കിമു രാക്ഷസോ നഹി. അങ്ങനെ നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ്. നീ വിശ്രവസിൻ്റെ പുത്രനാണ്, പുലസ്ത്യൻ്റെ പേരക്കുട്ടിയാണ്, ബ്രഹ്മാവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡാണ്. പിന്നെ നിനക്ക് എങ്ങനെ രാക്ഷസനാവാൻ പറ്റും? ദേഹാഭിമാനിയാണെങ്കിലും ആത്മാഭിമാനിയാണെങ്കിൽ ആത്മാഭിമാനികളൊക്കെ ഒന്നും രാക്ഷസന്മാരാവില്ല എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.